എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പഴയ വീടുകളിലൊക്കെ ആണെങ്കിലും അല്ലെ ഈ വിൻറ്റേജ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആളുകൾ ഈ വിൻറ്റേജ് സെറ്റുകളൊക്കെ ഇപ്പം പഴയ സ്റ്റീരിയോ ആംപ്ലിഫയറുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ AVRകളൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ 2.1 അല്ലെങ്കിൽ 5.1 അതായത് സബ് ഉപയോഗിക്കുന്ന ആ ഒരു രീതി അന്നൊന്നുമില്ലായിരുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും സ്റ്റീരിയോ ആയിരുന്നു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സ്റ്റീരിയോ ആംപ്ലിഫയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പം ആ പഴയ ആ സെറ്റ് അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു സബ് കൂടിയൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പവർ ആമ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഡെനോണും അതേപോലെ യമഹ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ AVRകളൊക്കെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് അവർക്കും ഇതേപോലെ തന്നെ ഒരു ആക്റ്റീവ് സബ് വൂഫർ അതിന്റെ കൂടെ ആവശ്യമാണ്. കാരണം ഓൾറെഡി അതിൽ സബിന്റെ പ്രീ ഔട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സബ് ആംബ് അതിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആക്റ്റീവ് സബ് വൂഫർ നമുക്ക് ആവശ്യമാണ്. ഈ ആക്റ്റീവ് സബ് വൂഫർ ഒക്കെ നമ്മളൊരു AVR ഒക്കെ സെക്കൻഡ് വാങ്ങിയതിനു ശേഷം ഒരു ആക്റ്റീവ് സബ് വൂഫർ ഒക്കെ നമ്മൾ വാങ്ങണമെങ്കിൽ നമുക്ക് നല്ല ഒരു കോസ്റ്റ് നമുക്കാവും, നല്ല എമൗണ്ട് തന്നെ നമുക്കാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കണമെങ്കിലാണെങ്കിലും നല്ല എമൗണ്ട് ആവും. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങൾ കയ്യിലുള്ള ആളുകൾക്കൊക്കെ ഒരു നല്ല ഒരു പവർ ആമ്പ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനെ സിസ്റ്റങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് ആ ഒരു സിസ്റ്റങ്ങളൊക്കെ മാറ്റി വെക്കാതെ തന്നെ അത് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഞാനൊരു പ്രോഡക്റ്റ് നമ്മളുടെ ഒരു S&T ഓഡിയോസിന്റെ തന്നെ ഒരു പവർ ആമ്പ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ്. ആള് ഇത് വളരെ കുഞ്ഞനാണ്. കാരണം ഒരു 100 മുതൽ 150 വാട്ട്സ് വരെയൊക്കെ RMS കിട്ടുന്ന ഒരു ആമ്പാണ്. ഈ ആമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ആമ്പ് നമുക്ക് എത്ര പവറിൽ വേണമെങ്കിലും ചെയ്യാം. 100 വാട്ട്സിലോ അല്ലെങ്കിൽ 150 വാട്ട്സിൽ 200 വാട്ട്സ് അല്ലെങ്കിൽ 300 400 എത്ര വാട്ട്സിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 100 മുതൽ 150 വാട്ട്സ് വരെ RMS കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു പവർ ആംപ്ലിഫയർ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നമ്മളുടെ കമന്റിൽ രേഖപ്പെടുത്തുക. നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഈ വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ഉൾവശം എങ്ങനെയാണ്? നമ്മളിവിടെ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ 25025ൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇതൊരു 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണിത്. കാരണം ഈ ഒരു ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ടിപ്പ് 3055 2955 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡാണ്. അപ്പോൾ ഇതിനൊരു 3.5 ആംപിയർ മാക്സിമം മതി. ഇത് ഈ ഒരു ബോർഡിന് നല്ലൊരു വർക്കിംഗ് കിട്ടാൻ വേണ്ടി 3.5 ആംപിയർ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോർഡ് ഒരു 100 തൊട്ട് 150 വാട്ട്സ് വരെയൊക്കെ നമുക്ക് കിട്ടും. ഇതിലൊരു JBL 1500 ഒക്കെ ലോഡ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നല്ല വർക്കിംഗ് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിന് കുറച്ച് കൂളിംഗ് കിട്ടാൻ വേണ്ടി നമ്മളൊരു 3 ഇഞ്ചിൻ്റെ ഫാൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, പവർ ട്രിക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലിയ റിലേ ഉള്ള ഒരു സിംഗിൾ മോണോ പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ സെൻറ്ററിലായിട്ടാണ് നമ്മളൊരു നോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബക്ക് കൺവെർട്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫാനിനും ഇതിൻ്റെ LED ലൈറ്റിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ബക്ക് കൺവെർട്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഉൾവശം. ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു സ്പീക്കർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സബിൻ്റെ ഔട്ടിന് വേണ്ടി. പിന്നെ നമ്മൾ ഇവിടെയാണ് ഒരു 6 RC കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ രണ്ട് പെയർ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ വെറുതെ ഡമ്മിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള ഇൻപുട്ട്, ലെഫ്റ്റും റൈറ്റും കൊടുക്കേണ്ടത് ഇവിടെയാണ്. പിന്നെ ഒരു AC കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതാണ്. നമ്മളൊരു അക്രിലിക് ഷീറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാബിനറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 3 ഇഞ്ച് ഹൈറ്റ് വരുന്ന ഒരു ക്യാബിനറ്റാണ്, കെൻവുഡിൻ്റെ ക്യാബിനറ്റാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ഇതിൻ്റെ അക്രിലിക് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ S&T ഓഡിയോസിൻ്റെ ലോഗോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ കൺട്രോളായിട്ട് ഒരു
40mm ഒരു നോബും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ. ഇതൊക്കെയാണ്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇതേപോലുള്ള നല്ല ഏത് വർക്കും നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.